കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സ്വാഭാവികമായി ഭവനാന്തരീക്ഷത്തിൽ നമുക്ക് കൂടിവരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീട്ടിലെ സ്വാഭാവികമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സംഭവകുലമായ ആഴ്ചവട്ടക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. കഴിഞ്ഞ ആഴ്ചകളിൽ, അതിൻ്റെ മുമ്പത്തെ ആഴ്ചകളിൽ, അതിന് മുമ്പോട്ടുള്ള മാസങ്ങളിലൊക്കെ നമ്മളെടുത്ത് പഠിച്ചാൽ ഏകദേശം ഒരു വർഷം കൊണ്ട് യുദ്ധം, 1-2 വർഷം കൊണ്ട് യുദ്ധത്തിൻ്റെ വർത്തമാനം തന്നെ നമ്മൾ പത്രത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം, ഇസ്രയേലും പലസ്തീനും ലെബനോനും സിറിയയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധങ്ങൾ, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പത്രത്തോരെയും ഫോണിലൂടെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കേരള മക്കൾക്ക് ഓണസമ്മാനമായിട്ട് കിട്ടിയൊരു വാർത്ത, സിനിമാ ഫീൽഡിലെ ചീഞ്ഞളിഞ്ഞ ന്യൂസുകൾ. എന്താ പറയാൻ, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. വെറുക്കൂത്ത്, ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടത്തുക. പെന്തക്കോസ് ആരെങ്കിലും സിനിമാ നാടകം, സീരിയൽ വിട്ടു പൊക്കൊള്ളുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ പറയുക. വെറുക്കൂത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ്, റോമാലേഖനം 13-ാം അധ്യായം. ജഡത്തിൻ്റെ പ്രവൃത്തി ഗലാത്യ ലേഖനം 5-ാം അധ്യായം. 1 പത്രോസ് 4, ജാതികളുടെ നടപ്പ്. ഗലാത്യരിൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കി. വിശുദ്ധന്മാർ സിനിമ കാണാനായിട്ട് കിടന്ന് ഇടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, സഹോദരിമാർ മഴവിൽ മനോരമ കാണാൻ കിടന്ന് തെള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുക, ഞാൻ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത. ഈ ലോകത്തിൻ്റെ അൻപുപരാകരുത്. ഈ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ദൈവമക്കൾക്ക് തിന്നാനും കുടിക്കാനും കാണാനും പോകാനും വരാനും ഒക്കെ പ്രമാണമുണ്ടെന്നേ. കിട്ടുന്നതൊക്കെ വലിച്ചു വാരി തിന്നാനും കിട്ടുന്നതൊക്കെ കുടിക്കാനും കിട്ടുന്നതൊക്കെ കണ്ടതൊക്കെ കാണാനും നമുക്ക് പ്രമാണമില്ല. വേദപുസ്തകം വായിച്ചു പഠിക്കണം. സത്യവേദ പുസ്തകം വായിച്ചു പഠിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇന്നത്തെ പെന്തക്കോസ് സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ദുരുപദേഷ്ടക്കന്മാർ ഏത് ദുരുപദേശം പറഞ്ഞാലും ചാടി വീണ് ഈ ആർത്തിയുള്ളവർ തിന്നുന്ന പോലെ വിശ്വാസികൾ ദുരുപദേശങ്ങൾ വിട്ടുപിടുങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഉപദേശം അറിയത്തില്ല. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായാൽ തെറ്റിപ്പോകും. അപ്പോൾ വചനം, ഉപദേശം അറിയാമെങ്കിൽ ഏതാണ് ഉപദേശം, ഏതാണ് ഉപദേശമല്ലാത്തത് എന്ന് മനസ്സിലാക്കി തിരുത്താനിടയായിത്തീരും. ഇപ്പം അങ്ങനെ ഒരു രീതി ഇല്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടക്കുക. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് 2 അന്യഭാഷ പറഞ്ഞ എല്ലാമായി തൃപ്തിപ്പെട്ടിരിക്കുക. അതൊന്നും രക്ഷാസ്നാനം, അഭിഷേകം, ഓട്ടക്കളത്തിൽ ഓടാനുള്ള ട്രാക്കിൽ കയറി നിൽക്കുക. ഇനി ബഹുദൂരം ഓടണം, കിരീടം പ്രാപിക്കാൻ ഓടണം. എടാ, ഓട്ടക്കളത്തിൽ നിൽക്കുന്നവന് കിരീടം കൊടുക്കുമോ? ഓടി ഫിനിഷ് ചെയ്താലല്ലേ കിരീടം കൊടുക്കുള്ളൂ. ഇപ്പം നമുക്ക് ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് കിരീടം വേണമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇന്നും പലർക്കും അത് വേണ്ട രീതിയിൽ അറിയത്തില്ല. കർത്താവ് നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. 2 Thessalonians 2:13. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ശരിക്കത് മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട്, ഹല്ലേലൂയ, രക്ഷയ്ക്കായി നിങ്ങളെ വിളിച്ചു. 14-ാം വാക്യം. 2 Thessalonians 2:13 രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. 2 Thessalonians 2:14 രക്ഷയ്ക്കായി വിളിച്ചു. വിളിച്ച വ്യക്തികൾ, തിരഞ്ഞെടുത്ത വ്യക്തികൾ രക്ഷയ്ക്കായി വളരണം. എങ്ങനെയാണ് വളരുന്നത്? അതുകൊണ്ട് സകല ദുഷ്ടതയും എല്ലാ ചതിയും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് 1 പത്രോസ് 2:1 ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പോൾ രക്ഷയ്ക്കായിട്ടൊരു വളർച്ചയുണ്ട്. അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ. എബ്രായ ലേഖനത്തിലൊരു പദമാണത്. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ പ്രാപിച്ച് അന്ത്യകാല രക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ രക്ഷയ്ക്കായിട്ട് വളരണം.
ഹല്ലേലൂയ. ഫിലിപ്പിയർ 2:12 രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഇതൊന്നും ചെയ്യാതെ രക്ഷയും സ്നാനവും അഭിഷേകവും 2 അന്യഭാഷയും കഴിഞ്ഞു. സ്വർഗത്ത് പോകാനായില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ കർത്താവിനോട് ഇടപെട്ട ഒരു വിഷയം പറയാം. ഒരു മാവിലൊരു മാങ്ങ ഉണ്ടാകും, ഒരു തെങ്ങിലൊരു കൊച്ചങ്ങ ഉണ്ടാകും, കശുമാവിലൊരു കശുമാവ് ഉണ്ടാകും. ഇതങ്ങോട്ട് പൊട്ടിക്കിളർത്തൊരു കുഞ്ഞായിട്ട് വരുമ്പോൾ തന്നെ, ഒരു മാങ്ങ, ഒരു ചെറിയ ഉണ്ണി മാങ്ങ ആവുമ്പോൾ തന്നെ നമുക്കത് സ്വാദിഷ്ടമായ ഒരു മാമ്പഴമായി കഴിക്കാൻ പറ്റുമോ? അത് വളരണ്ടേ? അതാ രക്ഷയ്ക്കായി വളരണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു കൊച്ചങ്ങ തെങ്ങിലിട്ടു, ഈ കൈയുടെ വലിപ്പം, കൈയുടെ ഉള്ളിൽ കൊള്ളുന്ന വലിപ്പമായപ്പോൾ വെട്ടിയിട്ട് തിന്നാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം കിട്ടിയാലായി. അത് വളർച്ച പ്രാപിച്ച് അതിനൊരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെയും അത് വളർന്ന് കരിക്കായിട്ടോ തേങ്ങയായിട്ടോ ഉപയോഗിക്കത്തക്ക നിലയിൽ അത് വളർച്ച പ്രാപിക്കേണ്ടതുണ്ട്. അതാ രക്ഷയ്ക്കായി വളരുക. ഒരു മാങ്ങ വളർന്ന് വിളഞ്ഞ് പഴുത്ത് കഴിയുമ്പോൾ എത്ര സ്വാദിഷ്ടമായ ജ്യൂസാണ് അതിന് കിട്ടുന്നത്. എല്ലാ ഫ്രൂട്ട്സുകളും എടുത്തോ, ചക്ക എടുത്തോ, നന്നായിട്ട് വിളഞ്ഞ് പഴുത്താലേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റത്തുള്ളൂ, സ്വാദിഷ്ടമായി ഭക്ഷിക്കാം. അതുപോലെ ദൈവവചനം പഠിച്ചും അഭ്യസിച്ചും ജീവിച്ചും രക്ഷയ്ക്ക് വേണ്ടി വളർന്ന് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം. കുറേ പാട്ടുപാടി കേൾപ്പിച്ച ഇതൊക്കെ നടക്കൂ? വെളിവ് കെട്ട കുറേ ന്യൂ ജനറേഷൻ ചർച്ചകൾ കുമിട് പോലെ മുളച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ അപകടം പതിയിരിക്കുക. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആത്മരക്ഷ പരുങ്ങലിലാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്ഥാനപ്പെട്ടതുകൊണ്ടും അഭിഷേകം പ്രാപിച്ചതുകൊണ്ടും ആയില്ല. ദൈവസഭയുടെ ഉപദേശങ്ങൾ അനുദിന ജീവിതത്തിൽ പഠിച്ചനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണം, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ ഏതെങ്കിലും നിലയിൽ ജീവിച്ചിട്ട് ചാകാൻ നേരത്ത് കൊണ്ടൊന്ന് കുടിച്ചിടാൻ നേരത്ത് കൊണ്ട് പുതപ്പിച്ച് കിടത്തി മൂക്കിൽ പഞ്ഞിയും വെച്ച് ചെവിയിൽ പഞ്ഞിയും വെച്ച് താടിയും തലയും കൂടി ഒരു വാരി പിടിച്ചൊരു കെട്ടും കെട്ടി കൈയും കെട്ടി കാലും കെട്ടി ചവപ്പെട്ടിട്ട് ഉള്ളിലേട്ട് വെച്ചിട്ട് കർത്താവ് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. ഇന്ന് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ച വ്യക്തികളെ പാട്ടുപാടി സ്വർഗത്തിൽ എത്തിക്കുക ചിലർ ചെയ്യുന്നത്, ചിലർ പ്രസംഗിച്ച് എത്തിക്കുക ചെയ്യുന്നത്. ചില മാഷന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അച്ചായൻ നമ്മൾ യാത്രയപ്പ് നടത്താൻ പോവാ. ആര് യാത്രയപ്പ് നടത്താം? അച്ചായൻ മരിച്ചപ്പോൾ തന്നെ അച്ചായൻ പോയി. ഒന്നുകിൽ യാതനാ സ്ഥലത്തോ അല്ലെങ്കിൽ വിശ്രാമ സ്ഥലത്തോ അച്ചായൻ. മിക്കവാറും യാതനാ സ്ഥലത്ത് പോകാനാ സാധ്യത. കാരണം അതിനനുസരിച്ച് ജീവിക്കണ്ടേ? എടാ, സ്വർഗത്ത് പോകാനായിട്ട് ജീവിക്കണ്ടേ? അതിനുള്ള വളർച്ച വേണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യജമാനൻ തോട്ടത്തിൽ വരുമ്പോൾ സ്വാദിഷ്ടമായ പഴങ്ങളാണ് പറിച്ചെടുക്കുന്നത്, വിളഞ്ഞതാണ് പറിച്ചെടുക്കുക. കക്ക് പറിച്ചെടുക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ജാഗ്രതയോടെ അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം കേട്ടനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് പൽക്കാലം ധ്യാനിക്കാനായിട്ട് എടുത്ത വചനം പത്രോസിൻ്റെ 2-ാം ലേഖനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തും. പത്രോസ് മരിച്ചുപോയെങ്കിലും പത്രോസിൻ്റെ ലേഖനം തീ പോലെ കത്തിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ എഴുതിയത് നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന 2-ാം ലേഖനമാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം അതേതാ? ഉൽപ്പത്തി മുതൽ മലാഖി വരെ
വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനം. ആ വചനങ്ങളിലുള്ളും രക്ഷയ്ക്കുള്ള മാർഗമൊന്നുമില്ല. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള വചനങ്ങളില്ല. ഞാൻ പണ്ട് കർത്താവിൻ്റെ ദാസന് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം തൻ്റെ കയ്യിൽ ഒതുക്കി വെച്ച് മറ്റു ഭാഗം വലതു കൈ കൊണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഇത് മുഴുവൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ്, ഇത് ന്യൂ ടെസ്റ്റ്മെൻറ്റാണ്. ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, മലാഖി വരെ പറയുന്നത് കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. സാദൃശ്യങ്ങളും ഉപമകളും യഹൂദന്മാർ അറുത്തു കൂട്ടിയ കോടാനുകൂടി യാഗമൃഗങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ട് നിൽക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു പീസ് അവിടെയും കിട്ടത്തില്ല. അതിന് പുതിയ നിയമത്തിലേക്ക് വരണം. 27 പുതിയ നിയമ പുസ്തകങ്ങളിലേക്ക് തന്നെ വരണം. അതിൽ യോഹന്നാൻ 6:63 വളരെ പ്രസക്തമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും. ഇനി പറയാൻ നോക്കുക, ഒത്തിരി പ്രാവശ്യം കേട്ടവരോട് പിന്നെയും പിന്നെയും പറയാം. കേട്ടിട്ട് തലയിലോട്ട് കയറുന്നില്ലെങ്കിൽ ഈ ഒന്നുകൂടി കേൾക്കുന്നത് തലയിലോട്ട് കയറാൻ അത് ഇടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. 1000 പ്രാവശ്യം കേട്ടാലും ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് അപ്പം തിന്ന് അത്ഭുതങ്ങൾ കണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് സഹോദരിമാർ വന്ന് പറഞ്ഞപ്പോൾ എന്താ പത്രോസ് പറഞ്ഞേ? സ്തോത്രം. എന്താ പറഞ്ഞു? ലൂക്കോസിൻ്റെ സുവിശേഷം, ഹല്ലേലൂയ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതുണ്ട്. ഞാനതെടുത്ത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. കൂടെ നടന്ന് അപ്പം തിന്നവരും കൂടെ നിന്ന് അത്ഭുതം കണ്ടവരും കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. അപ്പോസ്തലന്മാർ പറയുക. ഹല്ലേലൂയ, സ്തോത്രം. സഹോദരിമാർ വന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞതുപോലെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസും പൗലോസും യോഹന്നാനും എല്ലാം കൂടി പറയുകയാണ്, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു കളഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറക്കൽ വന്ന സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, അയ്യോ മന്ദബുദ്ധികളെ, മന്ദബുദ്ധികളെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറഞ്ഞത് അവിടെ കിട്ടത്തില്ല. വെറുതെ കിടന്ന് തപ്പണ്ട. കർത്താവ് പറഞ്ഞത് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലാണ് കിടക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ് റോമാലേഖനം മുതൽ, അല്ലെങ്കിൽ പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് വരെ കിടക്കുന്ന വചനങ്ങൾ കർത്താവോട് പറഞ്ഞതാണ്. വെളിപ്പാട് യോഹന്നാൻ കണ്ടതൊന്നുമല്ല, കർത്താവിൻ്റെ വെളിപ്പാട് യോഹന്നാൻ കാണിച്ചു, യോഹന്നാൻ എഴുതി വെച്ചു. അതുപോലെ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ അവർ പറയുന്ന വചനങ്ങളൊന്നും അവരുടേതല്ല. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തില്ല. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിച്ച് പഠിച്ചറിയാം. 1 മുതൽ 20 വരെയുള്ള വാക്യം വായിച്ച് പഠിച്ചോ. സംശയമുള്ളവരെ എടുത്തു പറയാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് പഠിപ്പിച്ച വചനങ്ങൾ തന്നെ പഠിച്ചനുസരിക്കണം. IPCയിലെ കരുത്തനായ ഒരു പാസ്റ്റർ PM ജോസഫ് പറഞ്ഞു, സങ്കീർത്തനം ഉള്ളതുകൊണ്ട് IPCയിലെ പാസ്റ്റർമാർ രക്ഷപ്പെട്ട് കിടക്കുകയാണ്. ഞാനത് ഏറ്റുപാടുകയാണ്. അവിശുദ്ധനായ മനുഷ്യൻ പറഞ്ഞത് ഞാൻ ഏറ്റുപാടുകയാണ്. സങ്കീർത്തനം ഉള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കിടക്കുക. സങ്കീർത്തനം ഇല്ലെങ്കിൽ നിങ്ങളുടെ കട്ടപ്പൊഹ. സ്തോത്രം. കാരണം എന്താ? പുതിയ നിയമം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സങ്കീർത്തനം മനപ്പാടമായി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 10-50 വർഷമായപ്പോൾ പിന്നെ ഇനി എന്നാ നോക്കാനാ?
109 സങ്കീർത്തനം കൂടെ ഒന്ന് പഠിപ്പിക്കുക, 55 സങ്കീർത്തനം കൂടെ ഒന്ന് പഠിപ്പിക്കുക, എല്ലാ സങ്കീർത്തനങ്ങളും പഠിപ്പിക്കുക. പറ്റത്തില്ല. അത് ശാപസങ്കീർത്തനമാ പാസ്റ്ററെ. ഓ അത് ശരി. ഞാൻ ഈ പത്രോസിൻ്റെ ഈ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. എന്താ പത്രോസ് പറഞ്ഞത്? വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന. അവിടെ ആ സീരീസ്. അത് മുൻപറഞ്ഞ വചനങ്ങൾ കേട്ട് പഠിച്ച് ഉദാഹരണങ്ങൾ കേട്ട് മനസ്സിലാക്കി ബുദ്ധിപദേശങ്ങൾ എടുത്ത് ജീവിച്ചോണം. അനുസരിക്കാനായിട്ട് നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന ഓർത്തുകൊള്ളണം. ഓർത്താൽ മാത്രം പോരാ, അത് ഓർക്കുകയും എല്ലാ ദിവസവും ഓർക്കുകയും അത് കേൾക്കുകയും അത് വായിക്കുകയും അത് പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. പൗലോസ് പറഞ്ഞു, നിത്യജീവനെ പിടിച്ചുകൊള്ളാൻ, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളാൻ ഞാൻ മനസ്സിലാക്കിയപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ അത് മുറുകെ പിടിച്ചുകൊള്ളണം അവസാനം വരെയും. അല്ലെങ്കിൽ എന്താ പറ്റും? ഇടയ്ക്ക് വെച്ച് നമ്മുടെ പരിപാടി തീരും. അവസാന ശ്വാസം പോകുന്നവരെ ദൈവപ്രമാണം മുറുകെ പിടിക്കാതെ നിത്യതയിലെത്താൻ ഒരു മഹാനും കഴിയുകയില്ല. ഇടയ്ക്ക് വെച്ച് പ്രമാണം കൈവിട്ട് കളഞ്ഞാൽ നിങ്ങളെയും ദൈവം കൈവിടും. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും. അപ്പോൾ ഉപദേശത്തിൽ നിൽക്കണം. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മോശയുടെ പ്രമാണത്തിൽ നിൽക്കുന്നവരോട് കർത്താവ് പറഞ്ഞ്. അപ്പോൾ നിലനിൽക്കുന്നില്ലെങ്കിലോ ശിഷ്യന്മാരല്ല, വേറെ ഏതോ ശിഷ്യന്മാരാ. സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടിലിൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ലെനിൻ്റെയും അങ്ങനെ പോകുന്നു ഗുരുക്കന്മാരുടെ ഒരു വലിയ നിര. അവരൊക്കെ നല്ലവരാണ്, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞവരാ. പക്ഷെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ അവരുടെ വചനങ്ങൾക്ക് ശക്തിയില്ല, അവരുടെ ഉപദേശങ്ങൾക്ക് കഴിയത്തില്ല. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടടിയ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ഹല്ലേലൂയ സ്തോത്രം, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. യേശു കർത്താവാണ് സമ്പത്തെന്ന് പാടുകയും ലോകത്തിൻ്റെ സമ്പത്ത് വാരിക്കോരി കൂട്ടിവെച്ചിരിക്കുന്ന ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക നമ്മുടെ ബന്ധക്കോസുകൾ. വാരിക്കോരി കൂട്ടിവെച്ചിരിക്കുക. ഇത് പാടുന്നത് എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. പാട്ടെന്താണ്? ഓ എൻ്റെ സമ്പത്ത്. ബാഗിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് സ്വരൂപിച്ചിട്ടിരിക്കുക. ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി നീതിയോടുകൂടെ ഉണ്ടാക്കിയതുകൊണ്ട്, അനുകൃതമായി ഉണ്ടാക്കിയതുകൊണ്ട് അതെല്ലാം എടുത്തെടുത്ത് ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക? ഡോക്ടർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഉപദേശിമാർക്ക് കൊടുക്കത്തില്ല. ഉപദേശിമാർക്ക് ഈ പണം വേണ്ടെന്നേ. നമ്മളാരും ഇതൊന്നും ആഗ്രഹിക്കേണ്ടെന്നേ. സ്വർഗീയ ഭണ്ഡാരം നമുക്ക് വേണ്ടി ദൈവം തുറക്കുമെന്നേ. നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കാൻ. പണ്ടൊരു ഉപദേശി, ഒരു കോളേജ് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു സഹോദരൻ കഷ്ടതയുടെ തീച്ചുളയിൽ തൻ്റെ പഠിപ്പിച്ച ഗുരുവിനോട് എഴുതി, പക്ഷേ എൻ്റെ നാലുപാടും ശത്രു വല കെട്ടി വെച്ചിരിക്കുക, എന്നെ മുമ്പോട്ട് നയിക്കാൻ എന്നെ വിടുന്നില്ല. സമർത്ഥനായ പാസ്റ്റർ. ഇന്ന് അങ്ങനെയുള്ള പാസ്റ്റർമാരെ കുറവാണ്. പാസ്റ്റർ എന്താ പറയുന്നറിയാമോ? നാലുപാട് വലിയ ശത്രു വേലി കെട്ടിയുള്ളൂ, മോൾ ഭാഗം തുറന്നു കിടക്കുക. മോൾ ഭാഗം തുറന്നു കിടക്കുക, മോളിലോട്ട് നോക്കിക്കോ, മോളിൽ നിന്ന് ഉത്തരം കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചിനെ ഒന്നും നമ്മളെ ഒതുക്കാനൊന്നും കഴിയത്തില്ല. പ്രമാണത്തിൽ നിൽക്കുന്നവനെ അല്ലാത്തിനെ സിക്സർ അടിക്കും, യാതൊരു സംശയവുമില്ല. പ്രമാണത്തിൽ നിൽക്കുന്നവനെ പിശാച് പോരാടുമെങ്കിലും വിജയം പ്രമാണത്തിൽ നിൽക്കുന്ന ദൈവവൈതലിന് തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് രക്ഷിതമായും തന്ന വിശുദ്ധ കൽപ്പന, പ്രമാണം, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയിക്കോ. അതാണ് ഇവിടെ പത്രോസ് പറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം. 3-ാം വാക്യത്തിലേക്ക് വരുന്നു. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തെങ്കിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ
അറിഞ്ഞുകൊള്ളി. എന്ത് മനസ്സിലായി സഹോദരങ്ങളെ? സ്തോത്രം. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാകും. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ, നിരീശ്വരന്മാർ, ദൈവമില്ലാത്തവർ അന്ത്യകാലത്ത് വരുമെന്നറിഞ്ഞുകൊള്ളി. നിരീശ്വരന്മാർ എക്കാലത്തും ഉണ്ട്. ഇക്കാലത്ത് കുറച്ച് കൂടുതലാണ്. സ്തോത്രം. ഡാർവിൻ എഴുതിയ പുസ്തകം എഴുതി വിപണിയിൽ വന്നപ്പോഴത്തേക്ക് ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞെന്നാണ് ഞങ്ങൾ ബൈബിൾ കോളേജിൽ വെച്ച് ഒരു സാറ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം എന്താ? പരിഹാസികൾക്ക് വേണ്ടുന്ന പ്രബോധനങ്ങൾ സാത്താൻ എഴുതി വെച്ചിട്ടുണ്ട്. അതവർ കേട്ട് അനുസരിച്ച് ജീവിച്ച് നരകത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അതവിടെ പത്രോസ് പറയുന്നത്. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് അറിഞ്ഞുകൊള്ളി. ഈ അന്ത്യകാലത്ത് നിരീശ്വരത്വം ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുക. കമ്മ്യൂണിസം ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോന്റെ പുറകെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവർക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. ഇവർക്ക് ചോര കണ്ടാലേ എന്ത് വരുള്ളൂ? സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ചോരക്കൊതിയന്മാരാണ് അവർ. നമുക്കറിയാം, 58 വെട്ടിയിട്ട് 59ാമത്തെ വെട്ടാൻ ഓങ്ങി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകനെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കണ്ടുപോയി. അവൻ്റെ ആദർശം അവനെ പഠിപ്പിക്കുന്ന എന്താ? എതിർക്കുന്നവനെ കൊല്ലുക. കർത്താവ് പഠിപ്പിച്ച എന്താ? നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുക. കമ്മ്യൂണിസം പറയുന്നത് എന്താ? എതിർക്കുന്നവനെ കഥ കഴിക്കുക. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ ഈ പറഞ്ഞ കക്ഷികളെല്ലാം വന്ന് നിൽക്കേണ്ടി വരും. അവർ ചെയ്ത പ്രവൃത്തികൾ അവരെ കാണിച്ച് അവരെ ശിക്ഷ വിധിച്ച് നിത്യമായ നരകാഗ്നിയിലേക്ക് അവരെ തള്ളിക്കളയും. ഒരു മനുഷ്യനെ കൊല്ലാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ദൈവകുടുംബത്തിലെ ആദ്യത്തെ വ്യക്തിയെ കായീൻ സ്വന്തം സഹോദരൻ ഹാബേലിനെ കൊന്ന ഹാബേലിന് ദൈവം കൊടുത്ത ആ പണിഷ്മെൻ്റ് നിങ്ങൾ വായിച്ചു പഠിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉൽപ്പത്തി പുസ്തകം എല്ലാവരും എടുത്തായിട്ട്. ഉൽപ്പത്തി പുസ്തകം ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകം എടുത്തേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 6 എല്ലാം വായിക്കാൻ സമയമില്ല, 6 തൊട്ട് വായിക്കുക. എന്നാൽ യഹോവ കായീനോട്, നീ കോപിക്കുന്നതെന്ത്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കും. അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകും. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നരെ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചത് ഞാൻ അറിയുന്നില്ല അറിയുന്നില്ല. ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? ദൈവത്തോട് ചോദ്യം ചോദിക്കാം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. കാരണം പുള്ളി അവിടെ ക്യാമറ ഉണ്ടെന്നുള്ള വിവരം പുള്ളി അറിഞ്ഞില്ല, കായീൻ അറിഞ്ഞില്ല. നമ്മളിവിടെ കുറേ ക്യാമറ വെച്ചിട്ട് ബെൽറ്റ് ഇടാത്തവനെയും ഹെൽമെറ്റ് വെക്കാത്തവനെയൊക്കെ പിടിച്ച് പണിഷ്മെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഏദൻ തോട്ടത്തിൽ ക്യാമറ ഉണ്ടായിരുന്നു. ആദാം ഹവ്വയും ചെയ്തതും കായീൻ ചെയ്തതും എല്ലാം കർത്താവ് കണ്ടു. യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാണുന്നൊരു കണ്ണുണ്ടെന്ന് ഇന്നത്തെ പെന്തക്കോസ്താർ ഓർത്താൽ നന്ന്. ഹല്ലേലൂയ. അതിനവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നീ അനുജൻ്റെ രക്തം
നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. കായീൻ എങ്ങനെയുള്ളവനായി മാറി? ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ അത് ഇനിമേൽ നിന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴലുന്നവനാകും. ഹല്ലേലൂയ. കായീൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയാത്തതിനേക്കാൾ വലിയതാകുന്നു. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധിയിൽ വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. കൊലപാതകന് കൊടുത്ത ശിക്ഷ കണ്ടോ? ഇന്ന് പലരും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുക. അവർ വരിക്കും ഇതൊന്നും ആരും ഒന്നും കാണുന്നില്ലെന്ന്. സഹോദരാ, നിനക്ക് ശിക്ഷയുണ്ട്. വെള്ള സിംഹാസനത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ നിനക്ക് അടി പാഴ്സലായിട്ട് കിട്ടും. ഈ പുസ്തകം വായിച്ചു പഠിച്ചോ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിഹാസികളെ ദൈവം പാഠം പഠിപ്പിക്കും. നെബൂഖദ്നേസർ എന്നുള്ള ഒരു രാജാവ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-3 അധ്യായങ്ങൾ നമുക്ക് 1-2-3-4 അധ്യായത്തിൽ കാണാൻ കഴിയും. ഈ രാജാവ് ലോകത്തിലുള്ള ഏറ്റവും വലിയ രാജാവായിരുന്നു. അവരെപ്പോലെ രാജാവ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആ രാജാവ് തൻ്റെ ധനമഹാത്മ്യത്താൽ ഉണ്ടാക്കിയ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ വിവരണമൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് കാണുന്ന ടെക്നോളജി ഒന്നും അന്നില്ലെങ്കിൽ പോലും അന്നത്തെ ടെക്നോളജി തനിക്ക് ആ ദൈവം കൊടുത്ത ആ ബുദ്ധി കൊണ്ട് ചെയ്തു വെച്ചതൊക്കെ വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. അത്ഭുതാവഹമായിരുന്നു അതൊക്കെ. താനതെല്ലാം ചെയ്തു വെച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിലൊരു നിഗളം തോന്നി. ഞാൻ എൻ്റെ പ്രതാപത്താൽ ഉണ്ടാക്കിയ മഹതിയാം ബാബേലല്ലയോ. ഹൃദയത്തിൽ നിഗളം വന്നു. ദൈവം അവനെ പണിഷ്മെൻ്റ് കൊടുത്തു. ഒരു മൃഗത്തെ പോലെ പുല്ല് തീറ്റിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നെബൂഖദ്നേസറേക്കാളും വലിയ പുടിനും ബുഷും ആരും ഒന്നും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അവരെക്കാൾ കീഴെ കിടക്കുന്നവരേ ഉള്ളൂവല്ല. അവനെ ദൈവം കണക്കിന് ശിക്ഷിച്ചെങ്കിൽ സോളമൻ എന്ന രാജാവ് അതിലും വലിയ രാജാവാണ്. രാജാവിനെയും കണക്കിന് ശിക്ഷിച്ചെങ്കിൽ ഇന്ന് കാണുന്ന രാജാക്കന്മാരെയും മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ലോകം ഭരിക്കുന്ന ഉന്നതന്മാരൊക്കെയും ദൈവം ശിക്ഷിക്കുമെന്ന് അവർ ഓർത്താൽ നന്ന്. ഹല്ലേലൂയ. പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് അറിഞ്ഞുകൊള്ളുവി. അവരെങ്ങനെയുള്ളവരാ? സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ. പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവി. ഇന്ന് ലോകം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നല്ലൊരു ശതമാനവും അഹങ്കാരികളാണെന്ന് ഞാൻ പറയുക. പുടിനൊക്കെ അതിൻ്റെ മുമ്പിൽ നിൽക്കുക. സദാമിൻ്റെ അഹങ്കാരം തീർന്നു. ഗത്താവിയുടെ അഹങ്കാരം പോയി. ഹല്ലേലൂയ. പല അലക്സാണ്ടർ ചക്രവർത്തിയുടെ അഹങ്കാരം എത്ര വയസ്സിൽ തീർന്നു? 33 വയസ്സിൽ അവൻ്റെ ചീട്ട് കീറി കൊടുത്തു ദൈവം. നെബൂഖദ്നേസറിൻ്റെ ചീട്ട് കീറി ദൈവം. ദൈവത്തോട് എതിർക്കുന്നവരും ദൈവപ്രമാണത്തെ പുറങ്കാല കൊണ്ട് തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്ന എത്ര ഉന്നതനാണെങ്കിലും ദൈവത്തിൻ്റെ കോപപാത്രത്തിനവൻ വിധേയനാകും. ആ പരിഹാസികളെ ദൈവം ന്യായം വിധിക്കുമെന്ന് മനുഷ്യൻ അറിഞ്ഞാൽ നന്ന്. പൗലോസ് പറഞ്ഞാലേ, നീ അറിയുന്നില്ലെങ്കിൽ നീ അറിയാതിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മളിത് മനസ്സിലാക്കി ദൈവഭയത്തോടെ, ദൈവകൃപയിൽ, ദൈവസ്നേഹത്തിൽ, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഞാൻ കർത്താവിൽ നിങ്ങളെ ഓർപ്പിക്കും. കൂടുതൽ ധനം കിട്ടുമ്പോൾ, നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ മനുഷ്യൻ അഹങ്കരിക്കും. ഷാറൂഖ് ഖാന് 92 കോടിയാണ് പെർ ഇയർ ടാക്സ് അടയ്ക്കുന്നത്. വിജയ് എന്ന തമിഴ് നടൻ 80 കോടി രൂപയാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മുടെ ഉപദേശിമാരോ 9,000 കോടി ഉണ്ടായിരുന്നവരും 16,000 കോടിയുള്ളവരും കോടിക്കണക്കിന് സ്വത്തുള്ള ഉപദേശിമാർ എത്ര എണ്ണം കിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ? 11 കോടിയുടെ വീട് വെച്ച മഹാന്മാർ നമ്മുടെ കേരളത്തിൽ കിടപ്പുണ്ട്. ഇപ്പം എങ്ങാണ്ട് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന സുവിശേഷ വേലക്കാരെന്ന് പറയുന്ന വ്യാജ സുവിശേഷകന്മാർ നമ്മുടെ കേരളക്കരയിൽ കിടപ്പുണ്ട്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദൈവത്തിൻ്റെ FIR നിങ്ങളുടെ ജീവിതത്തിൽ വീഴും.
ദൈവം നിങ്ങളെ ശിക്ഷ വിധിക്കും. അതിനു മുൻപ് മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിച്ചു കൊള്ളുക. ഹല്ലേലൂയ.